തിടം വെച്ച് ഏറ്റവും ഔദ്യോഗിക രൂപം കൊണ്ട് ഏറ്റവും ശക്തമായി ഭരണകൂട നടത്തിപ്പിന്റെ ഭാഗമായി നടന്ന 2 രാജ്യങ്ങൾ. ആ 2 രാജ്യങ്ങളിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഏറ്റവും ശക്തമായിരുന്ന രാജ്യം ഒന്ന് തുർക്കിയായിരുന്നുവെങ്കിൽ രണ്ടാമത് തുണീഷ്യയാണ്. ഈ 2 രാജ്യങ്ങളുമാണ് ഇന്ന് ലോക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും ശക്തിമത്തായിട്ടുള്ള പ്രേരണാശക്തിയായി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓർക്കുക, കുഞ്ഞ് യൂസുഫ് തിരിച്ചു വന്ന ആ സുന്ദരമായ കഥയുണ്ടല്ലോ. അത് ചരിത്രത്തിൽ എന്നുമെന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചരിത്രം ഒരു പിരിയൻ ഗോവണിയാണ് എന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കും. ഇന്ന് തുർക്കിയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഉർദുഗാൻ, റജബ് തയ്യിബ് ഉർദുഗാൻ, അദ്ദേഹം ജീവിതത്തിൽ 6 മാസം ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ജയിലിൽ കിടന്നത് അറിയോ നിങ്ങൾക്ക്? ജയിലിൽ കിടക്കുന്നതിന് മുമ്പ് അദ്ദേഹം തുർക്കിയിലെ ഏറ്റവും വലിയ നഗരമായ ഇസ്താംബുൾ നഗരത്തിന്റെ മേയറായിരുന്നു. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ബാനറിൽ മത്സരിച്ച് വിജയിച്ച് ഇസ്താംബുൾ നഗരത്തിന്റെ മേയറായ ആളാണ്. അങ്ങനെ മേയറായിരിക്കെ ലോകത്തെ ഏറ്റവും മികച്ച മേയർക്കുള്ള അവാർഡ് UN-ന്റെ അവാർഡ് വാങ്ങിയ ആളാണ്. ആ മനുഷ്യൻ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നായകനായി മത്സരിക്കുന്ന സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ ഒരു കവിത ചൊല്ലി, ഒരു പഴയ തുർക്കി കവിയുടെ ഒരു കവിത ചൊല്ലി. ആ കവിതയുടെ സാരാംശം എന്താണെന്ന് പറഞ്ഞാൽ, മിനാരങ്ങൾ നമ്മുടെ കുന്തമനകളാണ്, മിഹ്റാബുകൾ നമ്മുടെ പടക്കളങ്ങളാണ് എന്നർത്ഥം വരുന്ന ഒരു 4 വരി തുർക്കി കവിത പാടിയതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അംഗീകാരം റദ്ദാക്കപ്പെട്ട് 6 വർഷം തടവിൽ കഴിഞ്ഞ ആളാണ്, 6 മാസം തടവിൽ കഴിഞ്ഞ ആളാണ് ഉർദുഗാൻ. ഇപ്പൊ അവിടെ പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുല്ല ഗുൽ, അദ്ദേഹം തടവിൽ കഴിഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കപ്പെട്ടിട്ടുണ്ട്. എന്തിന്റെ പേരിലാണെന്ന് അറിയുമോ? പൊതു ചടങ്ങിൽ മഫ്തിയിട്ട ഭാര്യയോടൊപ്പം പങ്കെടുത്തു എന്നതിന്റെ പേരിൽ. ശ്രദ്ധിക്കണം നിങ്ങൾ. 99.5% മുസ്ലിങ്ങളുള്ള രാജ്യമാണ്. അവിടെ ഭാര്യ മഫ്തിയിട്ട് പൊതുചടങ്ങിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിൽ നിയമ നടപടിക്ക് വിധേയനായ അബ്ദുല്ല ഗുൽ എന്ന അവിടുത്തെ പ്രസിഡന്റാണ്. കലാലയങ്ങളിൽ പർദ്ദ ധരിച്ചതിന്റെ പേരിൽ, മഫ്ത ധരിച്ചതിന്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികൾ, പെൺകുട്ടികൾ ഉണ്ടായിരുന്ന ആ നാട്ടിൽ ഇന്ന് ഉർദുഗാനും അദ്ദേഹത്തിന്റെ ഭാര്യ അമീന ഉർദുഗാൻ പർദ്ദ ധരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ റിപ്പബ്ലിക് ഡേ പരേഡുകളിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രം നമ്മൾ കാണുന്നു. എന്തായിരുന്നു തുർക്കി? അറബിയിലുള്ള ബാങ്കുകൾ നിരോധിച്ചു, തലമറക്കുന്നത് നിരോധിച്ചു, അറബിയിൽ ലിപിയുള്ള ഭാഷ തന്നെ മാറ്റിക്കളഞ്ഞു. ആ ഭാഷ വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതിയിരുന്ന തുർക്കി ഭാഷ ഇന്ന് ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതുന്ന യൂറോപ്യൻ ലിപി, റോമൻ ലിപിയിലാണ്. ഈ നിലയിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട സർവ്വ ചിഹ്നങ്ങളെ ഭരണകൂട ശക്തി ഉപയോഗിച്ച് നശിപ്പിച്ചു. അതിനെയാണ് നമ്മുടെ നാട്ടിൽ പുരോഗമനവാദികൾ ലോകത്തെ ഏറ്റവും പുരോഗമന രാജ്യമായി തുർക്കിയെ പരിചയപ്പെടുത്തിയത്. പക്ഷെ ആ തുർക്കി ഇന്ന് മുഴുവൻ മുസ്ലിം ലോകത്തിനും ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും ആവേശവും പ്രേരണയും നൽകുന്ന ശക്തിയായി മാറി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കഴിഞ്ഞ 60-70 വർഷക്കാലം കൊണ്ട് സാമ്രാജ്യത്വവും അതിന്റെ പ്രത്യയശാസ്ത്ര ഉപകരണങ്ങളും ചേർന്ന് മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഏറ്റവും വലിയ ശ്രമങ്ങൾ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭൂപ്രദേശങ്ങളിൽ തന്നെയാണ് ഇസ്ലാമിക ശക്തി, ഇസ്ലാമിക പ്രസ്ഥാനം ഏറ്റവും ശക്തമായി തിരിച്ചു വരുന്നത്. അതിന്റെ പ്രോദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അസാധാരണമായ ഒരു തിരിച്ചുവരവാണ്, അതിമനോഹരമായ ഒരു കഥയാണിത്. ഇത് നമ്മുടെ കാലത്തെ അഹ്സനുൽ ഖസസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അനുഭവത്തിലേക്ക്, ഈ ഒരു പുതിയ അധ്യായത്തിലേക്ക്, പുതിയൊരു ചരിത്ര സന്ധിയിലേക്ക് അറബ് ലോകത്തെയും ലോകത്തെ തന്നെയും നയിക്കുന്നതിന്
നേതൃപരമായ പങ്കുവഹിച്ചു എന്നുള്ളതിൽ അഭിമാനിക്കുന്നവരാണ് നാം ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ. മുമ്പ് ലോകത്തെക്കുറിച്ച്, ലോക ചലനങ്ങളെക്കുറിച്ച്, ലോകത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളെയും സ്വാതന്ത്ര്യ മുന്നേറ്റങ്ങളെയും കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് പാരീസ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെക്കുറിച്ചും അമേരിക്കൻ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെക്കുറിച്ചും പാരീസ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചുമൊക്കെയായിരുന്നു. പക്ഷെ ഇന്ന് ലോകത്തിന്റെ തന്നെ മുസ്ലിങ്ങളുടെയും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെയും മാത്രമല്ല, ലോകത്ത് തന്നെയുള്ള മുഴുവൻ മനുഷ്യരുടെയും സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും നീതിക്കും വേണ്ടി ദാഹിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും പ്രേരണാശക്തിയായി ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ഇസ്ലാമിക സമൂഹങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അറബ് തെരുവുകളിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ട് അമേരിക്കൻ തെരുവുകളിൽ പ്രകടനങ്ങൾ നടക്കുന്നത്. മുമ്പ് നേരെ തിരിച്ചായിരുന്നു. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നും, അമേരിക്കൻ തെരുവുകളിൽ നിന്നും, അമേരിക്കൻ വിദ്യാർത്ഥികളിൽ നിന്നും, അല്ലെങ്കിൽ യൂറോപ്യൻ തെരുവുകളിൽ നിന്നും, യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പ്രചോദനം സ്വീകരിച്ചായിരുന്നു മൂന്നാം ലോകത്ത് സമരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നത് എങ്കിൽ ഇന്ന് അറബ് തെരുവുകളിൽ നിന്ന് യൂറോപ്യർ പ്രചോദനം സ്വീകരിക്കുന്നു. ലോകത്തിന്റെ ഖിബില അത് പയ്യെ പയ്യെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നാഗരികതയുടെ മുമ്പ് നമ്മൾ BBC-യും ലേമോണ്ടും അമേരിക്കൻ പത്രങ്ങളും യൂറോപ്യൻ പത്രങ്ങളുമായിരുന്നു വാർത്തയുടെയും പുരോഗമനത്തിന്റെയും ആധികാരിക സ്രോതസ്സുകളായി കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് അറബ് മാധ്യമങ്ങൾ, അറബ് നാട്ടിലുള്ള മാധ്യമ സംരംഭങ്ങൾ മുഴുവൻ ലോകത്തിനും മാതൃകയായി, മുഴുവൻ ലോകത്തിന്റെയും ദിശ നിർണയിക്കുന്ന ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആ നിലയിൽ ലോകത്തിന്റെ ദിശ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിശാമാറ്റം, പാരഡൈം ഷിഫ്റ്റ്, ഈ ദിശാമാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സയ്യിദ് മൗദൂദിയെ പോലുള്ള മഹാരഥന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ അവർ നേരത്തെ പ്രവചിച്ചതാണ്. അവർ ഈ യാത്ര തുടങ്ങുമ്പോൾ അന്ന് ഡെമസ്കസ് യൂണിവേഴ്സിറ്റിയിലും ബാഗ്ദാദ് യൂണിവേഴ്സിറ്റിയിലും തട്ടമിട്ട ഒരു പെൺകുട്ടി പോലും ഉണ്ടായിരുന്നില്ല. വല്ല പെൺകുട്ടികളും തട്ടമിട്ടിരുന്നുവെങ്കിൽ അവർ യൂണിവേഴ്സിറ്റികളിൽ വരാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഒരു നൂറ്റാണ്ട് തികയുന്നതിന് മുമ്പ് ഡമസ്കസിലെയും ബാഗ്ദാദിലെയും യൂണിവേഴ്സിറ്റികളിലും തെരുവുകളിലും മാത്രമല്ല സുഹൃത്തുക്കളെ, പാരീസിലെയും ലണ്ടനിലെയും ന്യൂയോർക്കിലെയും തെരുവുകളിൽ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും പാരീസ് യൂണിവേഴ്സിറ്റിയിലും തട്ടമിട്ട പെൺകുട്ടികൾ പ്രകടനങ്ങൾ നയിക്കുന്ന ഒരവസ്ഥയിലേക്ക് ലോകം മാറിയിട്ടുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനങ്ങളുടെ ശക്തി മഹാത്മ്യമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുപ്പുകളിൽ ഉറവകൾ പൊട്ടുന്നതിനെ കുറിച്ച് നൂഹ് നബിയുടെ മഹാപ്രളയത്തിന്റെ ചരിത്രം വിവരിക്കുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്. അടുപ്പുകളിൽ ഉറവ പൊട്ടുന്നതിനെ കുറിച്ച്. അടുപ്പുകളിൽ ഇനിയും ഉറവ പൊട്ടുമെന്നതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതാണ് വാൾ സ്ട്രീറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അടുപ്പിൽ ഉറവ പൊട്ടുകയാണ്. തീ പുകയുന്ന അടുപ്പിൽ ഉറവ പൊട്ടിക്കൊണ്ടാണ് നൂഹ് നബിയുടെ പ്രസ്ഥാനം വിജയിച്ചതെങ്കിൽ വാൾ സ്ട്രീറ്റ് പിടിച്ചടക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഊഹക്കച്ചവടത്തിന്റെയും മുതലാളിത്ത ലാഭ ചിന്തയുടെയും ആർത്തിയുടെ വ്യവസായത്തിന്റെയും അന്താരാഷ്ട്ര കേന്ദ്രമായിട്ടുള്ള വാൾ സ്ട്രീറ്റിലേക്ക് തന്നെ ചെറുപ്പക്കാർ ഇന്ന് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓക്യുപ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് അധിനിവേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് തീ പുകയുന്ന അടുപ്പിൽ ഉറവ പൊട്ടുക എന്ന് പറഞ്ഞാൽ. അതിനാൽ ഞാൻ പറയുന്നു സുഹൃത്തുക്കളെ, അഭിമാനിതരാവുക, ആഹ്ലാദഭരിതരാവുക, സന്തോഷിക്കുക. ആത്മാഭിമാനത്തോടുകൂടി ലോകത്തെ നേരിടുവാൻ, ലോകത്തെ അഭിമുഖീകരിക്കുവാൻ, ലോകത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ നാം സജ്ജരാവേണ്ടതുണ്ട്. അറബ് വസന്തത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒന്ന് രണ്ട് വേറെയും പാഠങ്ങളുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ സാമ്രാജ്യത്വത്തിന്റെയും പുരോഗമനവാദികളുടെയും ലിബറലുകളുടെയും അവരുടെ
ഉച്ചഭാഷണികളായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികളുടെയും മാധ്യമങ്ങളുടെയും അവർ പടുത്തുയർത്തിയ സിദ്ധാന്തങ്ങളുടെയും ചരമക്കുറിയാണ് അറബ് വസന്തം എഴുതിയതെങ്കിൽ മറ്റൊരു ചരമക്കുറി കൂടി അറബ് വസന്തം എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഹിംസയുടെയും ആയുധത്തിന്റെയും അക്രമത്തിന്റെയും വഴിയിലൂടെ ലോകത്തെ മാറ്റിക്കളയാം, വിപ്ലവങ്ങൾ കൊണ്ടുവരാം, പിച്ചാത്തിയും ഗുണ്ടും ഉപയോഗിച്ച് വിപ്ലവം നടത്തിക്കളയാം എന്ന് വിചാരിക്കുന്നവർക്ക് കൂടി മറുപടിയാണ്, അവരുടെ വാദങ്ങളെ കൂടിയാണ് അറബ് തെരുവുകളിലെ ചെറുപ്പക്കാർ കീഴ്മേൽ മറിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഈ മുന്നേറ്റം മനുഷ്യർക്ക് വേണ്ടി നമ്മളുടെ എല്ലാം നേതാവ് ഇബ്രാഹിം പ്രവാചകനെ അനുസ്മരിക്കുന്ന ഒരു മാസം കൂടി, ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇബ്രാഹിം പ്രവാചകന്റെ വലിയൊരു പ്രത്യേകതയുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, രണ്ട് സവിശേഷമായ വ്യക്തിത്വം അദ്ദേഹത്തെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഒന്ന്, അദ്ദേഹം ഖലീലുള്ളാ ആയിരുന്നു, അള്ളാഹുവിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്, അള്ളാഹുവിന്റെ അടുത്ത സുഹൃത്തായിരുന്നു, ദൈവത്തിന്റെ കൂട്ടുകാരനായ, ദൈവത്തിന്റെ കളിക്കൂട്ടുകാരായ, ദൈവത്തിന്റെ കൂട്ടുകാരനായിരിക്കെ തന്നെ അദ്ദേഹം ഇമാമുന്നാസ്, ജനനേതാവുമായിരുന്നു. മതേതരത്വ ബോധത്തിന് സങ്കല്പി